വെൽക്കം ടു കാലിക്കറ്റ് ക്യൂസിൻ. ഞാൻ ഷജിന. ഇന്ന് ഞാനിവിടെ ഒരു ഈസി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഡെസേർട്ടിന് ഒരു ബേസ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഫ്രോസൺ കുനാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കയ്യിലില്ലെങ്കിൽ നേരിയ പാകിസ്ഥാനി സേമിയ എടുത്താലും മതി കേട്ടോ. ഈ ഡോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ പൊടിയായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ചൊരു മീഡിയം സൈസിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഈ കുനാഫ ഡോൻ്റെ പകുതിയെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളേ. ഇനി ഈ ഡോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഈ ഡോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കേ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കളറാവുമ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച പിസ്ത ആണ് അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂട് തണയാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വനില കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സായി കഴിഞ്ഞാൽ സൈഡിലവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് താല്പര്യമില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റായി തോന്നുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ്ചർ ഉണ്ടല്ലോ, ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഒരു തിക്കായി വരും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അടുപ്പൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഈ ഡെസേർട്ടിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കസ്റ്റേർഡ് ആപ്പിളാണ് ഇനി വേണ്ടത്. ഇത് സീതാപ്പഴം, ആത്തച്ചക്ക എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കുരുത്തച്ചക്ക എന്നാണ് പറയാറുള്ളത്. അത് പഴുത്ത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫ്ലഷ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ മാറ്റി വെക്കാം. ഇതിങ്ങനെ പഴുത്തത് കാണുമ്പോൾ തന്നെ വെറുതെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഡെസേർട്ടും കൂടെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ മുഴുവൻ ഫ്ലഷും ഞാനിതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു ഒന്ന് കളയാനായിട്ട് ഒരു ചോപ്പറിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുരുവൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിൽ പൾസ് മോഡിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുരുവൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടുമേ. ഇപ്പോൾ ഇതാ കുരുവൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കുരു എല്ലാം മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെ ബൗളോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുനാഫ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ സീതാപ്പഴം കസ്റ്റേർഡ് മിക്സ്ചർ ഒഴിച്ച് കൊടുക്കാം. ഇത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ കുനാഫിൻ്റെ ക്രഞ്ചിനെസ് ഒക്കെ പോയി പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ കുനാഫ ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് പിസ്ത കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഡെസേർട്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്